പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിനെ ചെന്ന് കാണുന്ന സൂരജ് സത്യങ്ങൾ പറയുകയാണ്. എന്നെ വിശ്വസിക്കണം മീനു, ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നെ വെറുതെ നീ അവിശ്വസിക്കരുത്. ഞാൻ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ഈ ഫോട്ടോ അതെങ്ങനെ വന്നു? നിങ്ങൾ പറയുന്ന ബിന്ദുജ ആരാണ്? എനിക്കറിയില്ല ഈ ബിന്ദുജയെ എന്നതാണ് സത്യം. അപ്പോൾ ഈ ഫോട്ടോസ് എല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് എന്നാണോ പറയുന്നത്? അതെ, ഇതേപ്പറ്റിയൊന്നും എനിക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ നിന്നോട് സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു മീനു. നിനക്ക് എന്നെ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിശ്വസിക്കണ്ട. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എത്ര നാളെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കാര്യങ്ങൾ നിന്നോട് പറയുക. പക്ഷേ ഇതിനു പിന്നിലെ സത്യം നമ്മൾ തെളിയിക്കണം. നിയമപരമായി തന്നെ ഈ വിവാഹം നടക്കണമെങ്കിൽ നിയമപരമായി കാര്യങ്ങൾ കൊണ്ടുപോയേ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും. അങ്ങനെ കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. സൂരജ് ഇതോടെ എന്തായാലും ഇന്ദുജിയെ കാണാമെന്ന് തീരുമാനിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് മീനുവിനെയും കൂട്ടിയാണ് ഇന്ദുജിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് സൂരജിനെ കണ്ടതിനെ തുടർന്ന് നിങ്ങളുടെ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ. എന്തായാലും വന്നതിൽ സന്തോഷം. എന്താ സൂരജ്, ഇപ്പോൾ കാര്യങ്ങളെല്ലാം കറക്റ്റായി മുന്നിലേക്ക് പോകുന്നില്ലേ? ഇതോടെ നിങ്ങൾ ആരാണ്? ഈ ബിന്ദുജിയുടെ കാര്യം പറഞ്ഞ നിങ്ങൾ ഒരു തവണ എന്നെ ശല്യപ്പെടുത്താൻ വന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എനിക്ക് ഇതേപ്പറ്റി ഒന്നും തന്നെ അറിയില്ല എന്ന്. വീണ്ടും ഇപ്പോൾ വന്നത് എന്തിനാണ്? ഒന്നും അറിയില്ലെന്നോ? എൻ്റെ സഹോദരിയുടെ മരണത്തിന് കാരണം നിങ്ങളല്ലേ? അവളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ആക്ട് ചെയ്താൽ വെറുതെ വിടുമെന്ന് കരുതിയോ? ദേ, നിങ്ങൾ വെറുതെ തമാശ കളിക്കരുത്. കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ജീവിതം വെച്ചാ ഇപ്പോൾ കളിക്കുന്നത്. ഓ, എൻ്റെ ജീവിതം, എൻ്റെ സഹോദരിയുടെ ജീവിതം വെച്ച് കളിച്ചതൊന്നും നിങ്ങൾക്ക് മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാമെന്ന് കരുതിയോ? അത്ര നിഷ്പ്രയാസമൊന്നും അതിന് സാധിക്കില്ല. ഞാൻ അനുവദിക്കില്ല. തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. നമുക്ക് വേണമെങ്കിൽ നിയമപരമായി കാര്യങ്ങൾ നേരിടാം സൂരജ്. അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. ഇതോടെ സൂരജാകെ പെട്ടുപോകുന്നു. മീനുവാകട്ടെ, ശരി, എന്നാൽ നമുക്കിനി നിയമപരമായി നോക്കാം. എന്തായാലും ഈ കാര്യം അങ്ങനെ വിട്ടുകളയാൻ ഞാനും തയ്യാറല്ല. ഇതോടെ പുതിയൊരു യുദ്ധം തുടങ്ങുകയാണ് മീനു. സൂരജിനോട് സത്യം തെളിയിച്ചു മതി ഇനി വിവാഹം എന്ന മീനു തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.